ലോകത്തിൽ നമ്മളെല്ലാവരും ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവരാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന രാജകീയ പുരോഹിത വർഗം. ആ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് ഏറ്റുപറയാം. നിങ്ങളോ, അതിൽ നമ്മളെല്ലാം ഉൾപ്പെട്ടു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അപ്പൊ നമ്മളെല്ലാം ഒരു പുരോഹിത വർഗമാണ്, രാജവംശമാണ്. ഇനി ആരും അങ്ങനെ വിഷമിക്കട്ടെ, ഞാൻ രാജവംശത്തിലല്ല എന്നൊരു പ്രയാസം നമുക്ക് വേണ്ട. നമ്മളൊരു ആ ഒരു വംശത്തിലാക്കി നമ്മളെ തീർത്തു, രാജകീയ പുരോഹിത വർഗം. അതുകൊണ്ട് നമ്മളെ അദ്ദേഹത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഉദ്ബോധിപ്പിച്ചതിൽ സെർവ് എന്നുള്ള വാക്ക് എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നിങ്ങൾ ശുശ്രൂഷിക്കണം. ഒരു ടീച്ചറാണെങ്കിൽ അതിനനുസരണമായി ശുശ്രൂഷിക്കണം. നിങ്ങൾ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മാതാവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന വലിയ ശുശ്രൂഷകളുണ്ട്. ആ ദൈവദാസൻ നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി ഇന്നൊരു ആത്മീയ സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ തൻ്റെ ജീവിതത്തിലൂടെ ഒരു വലിയൊരു സാക്ഷ്യം കൈമാറുകയാണ്. നിങ്ങളെല്ലാം ശുശ്രൂഷകന്മാരാണ്, നിങ്ങളാവുന്നത് ചെയ്യണം. ലോക്കൽ സഭയെക്കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിച്ച കാര്യം ഇതൊരു നിസ്സാരമായ കാര്യമല്ലെന്നാ. ഗലാത്യ ലേഖനത്തിൽ ഒരു ആകത്തുകയാണ് ഒരു സ്പെഷ്യൽ ഡയമെൻഷനിൽ നമ്മളോട് പറഞ്ഞത്. അതിൽ ആരംഭത്തിൽ പറഞ്ഞ വാക്കെന്താണ്? വലിയ അക്ഷരമായിട്ട്, വലിയ അക്ഷരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഈ വലിയ അക്ഷരത്തിൽ എഴുതുന്നത് എന്തിനാണ്? വലിയ അക്ഷരത്തിൽ എഴുതുന്ന പലപ്പോഴും കൊച്ചു പിള്ളേർക്ക് നമ്മൾ ABCD എന്നൊക്കെ എഴുതുന്ന ഈ വലിയ അക്ഷരത്തിലാണല്ലേ. വാസ്തവത്തിൽ ആത്മീയമായി ഒരർത്ഥത്തിൽ കുട്ടിത്തമായിട്ട് പെരുമാറിയ അവർക്ക് വ്യക്തത വരുത്താൻ വേണ്ടി ചില പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശങ്ങൾ അവർക്ക് കൈമാറുക. അത് അവർ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. പണ്ട് നമ്മുടെ അപ്പനമ്മമാർ ABCDയും അക്ഷരമാലയൊക്കെ പഠിപ്പിച്ച ഈ വലിയ അക്ഷരം നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഇതുപോലെ ഓർത്തിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, ആത്മീയ സത്തകൾ, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ സത്യങ്ങളാണ് പ്രിയ ജോൺ സാറ്, ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമ്മളോട് പറഞ്ഞത്. നമുക്കത് അതീവ ഗൗരവത്തോടെ ഏറ്റെടുക്കാം. നമ്മളൊരു ലോക്കൽ സഭ എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, ഒരു സഭയുടെ ഭാഗമായിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. നിത്യതയുടെ ആരംഭം ഒരു ലോക്കൽ സഭയിലാണെന്ന്. ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്? നിത്യതയുടെ ആരംഭം, നിത്യത മരിച്ചു കഴിഞ്ഞിട്ടല്ല നിത്യത. ഇറ്റ് ഹാസ് ബിഗൺ. അത് ആരംഭിച്ചു. കർത്താവിനെ കണ്ടെത്തിയ സമയം മുതൽ അത് ആരംഭിച്ചു. നമ്മുടെ അന്തരാത്മാവിൽ അത് തുടങ്ങി. ആ ജീവിതത്തിന്റെ തുടക്കമാണ് നമ്മുടെ ലോക്കൽ സഭയിൽ സംഭവിക്കുന്നത് എന്ന സത്യം അത് അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടട്ടെ. അതുകൊണ്ട് ഒരു ലോക്കൽ സഭയുടെ ഭാഗമായിരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി കാണരുത് എന്ന കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക്, ലോക്കൽ ചർച്ച് ഈസ് ദ ഹോപ്പ് ഓഫ് ദ വേൾഡ് എന്നുള്ള ഒരു വാക്കാണ്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ലോക്കൽ സഭ ആണ് ലോകത്തിൻ്റെ പ്രത്യാശ എന്ന്. നമ്മൾ ലോകത്തിൻ്റെ പ്രത്യാശയാണ്. നശിക്കുന്ന, ജീർണിക്കുന്ന, ഇരുളിൽ നിന്ന് ഇരുളിലേക്ക് നടക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമായി
സത്യമായി, ഉപ്പായി, ജീർണതയെ തടയാനുള്ള ലോകത്തിലെ സംവിധാനം ദൈവസഭയാണ്. അതിൽ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. ആത്മീയ ഉപദേശത്തിന്റെ കഠിനതയെക്കുറിച്ച് പറഞ്ഞു. ഇത് സഭകളില് ആളുകൾ കൂടാൻ വേണ്ടി നമ്മൾ ഉപദേശത്തെ ലഘൂകരിക്കരുത് എന്ന ഒരു കാര്യം പറഞ്ഞു. ആ തീഷ്ണത നമുക്കുണ്ടാവട്ടെ. ആത്മീയ സത്യങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവിനെ ഓർത്തുകൊണ്ട്, കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തത് എങ്ങനെയാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ നമ്മളോട് പറഞ്ഞത് എന്താണ്? കൃപയും സത്യവും നിറഞ്ഞവനായി. അപ്പൊ സത്യം മാത്രമല്ല, കൃപയും സത്യത്തിൻ്റെയും ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആയിരുന്നു കർത്താവ്. യു വിത്ത് മീ? എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സത്യം മാത്രമാണെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. അതത്ര ഭീകരമായിട്ടിരിക്കും. ആരോ പറഞ്ഞു സത്യം മാത്രമായിരുന്നെങ്കിൽ നമ്മളെല്ലാം അസ്ഥികൂടമായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ആയിരിക്കുമെന്ന്. ഡോക്ടേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അസ്ഥികൂടം നിങ്ങളാ കൂടുതൽ കാണുന്നത്. ഈ അസ്ഥികൂടമായിട്ട് ഇവിടെ നമ്മളെല്ലാം ഇരിക്കുകയായിരുന്നെങ്കിൽ, ഫ്ലഷ് ഇല്ലെങ്കിൽ നമ്മളെ ആരെയും കാണാൻ മനോഹരമായിരിക്കും ഡോക്ടറെ. അപ്പൊ പക്ഷേ അസ്ഥികൂടം ഇല്ലെങ്കിൽ നമ്മളെ കാണാൻ എനിക്ക് ഒരു എത്ര കുറച്ച് മാംസം മാത്രമായിട്ട്, മാംസപിണ്ഡമായിട്ടിരിക്കും നമ്മൾ. അപ്പൊ ഈ സത്യങ്ങൾ അസ്ഥികൂടത്തോട് സമാനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ അസ്ഥികൂടമാണ് നമുക്കൊരു ഫ്രെയിം തരുന്നത്, സ്ട്രക്ചർ തരുന്നത്. കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തത് സത്യം മാത്രമായിട്ടല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും സത്യത്തെ ലഘൂകരിച്ച് കാണുകയും ചെയ്യരുത്. ഇത് രണ്ടിൻ്റെയും കൃത്യമായ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം ദൈവത്തിൻ്റെ സഭ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാരണവശാലും ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ലാഘവം കാണിക്കരുത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പം പഠിപ്പിക്കൽ കഠിനമായപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യം എന്താണ്? സാധാരണക്കാർ, ഇത് കഠിന ഉപദേശം, ഇത് ആർക്ക്? അപ്പൊ ആത്മീയ സത്യങ്ങളെ പഠിപ്പിക്കുമ്പോൾ പുറകോട്ട് പോകരുത്. നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ സംസാരിക്കണം, ലഘൂകരിക്കണം എന്നൊക്കെ പറയും. നമുക്ക് ലഘൂകരണം വേണം, പക്ഷെ ആത്മീയ സത്യങ്ങളെ നമ്മൾ തീവ്രതയോടെ പഠിപ്പിക്കുകയും വേണം. കർത്താവ് അവരോട് ചോദിച്ചെന്തായിരുന്നു? ഇനി ഇത് ഭയങ്കര കഠിനമാണെന്ന് വിചാരിച്ച് നിങ്ങൾക്കും പോകണമെന്നാ ചോദിച്ചത്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞ മറുപടി എന്താണ്? നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലാണ് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഏത് തത്വശാസ്ത്രം പഠിച്ചാലും, ഏത് സയൻസ് പഠിച്ചാലും, ഏത് ചരിത്രം പഠിച്ചാലും നമുക്ക് പറ്റില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഈ പുസ്തകം തന്നെ പഠിക്കണം. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ അടുക്കൽ വരണം. ഈ സന്ദേശമാണ് നമ്മൾ ഈ ക്രിസ്മസ് ട്രാക്റ്റിൽ പ്രിന്റ് ചെയ്തത്. അതിലെനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയൊരു കാര്യം, സൃഷ്ടാവ് തന്നെ നമ്മളെ നേരിട്ട് തൻ്റെ രാജ്യത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് സുവിശേഷം. അദ്ദേഹം ഗലാത്യ ലേഖനത്തിലൂടെ പറഞ്ഞു. അത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി ഇനി ഞാൻ തന്നെ വന്ന് തിരിച്ചു പറഞ്ഞാലോ ദൂതന്മാർ വന്നാലോ ശപിക്കപ്പെട്ടവൻ എന്നാണ്. ദുരുപദേശത്തെക്കുറിച്ച് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ എല്ലാം സുവിശേഷമാവില്ല. നമ്മൾ വീഡ്സ് വിതയ്ക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മൾ ആത്മീയ സത്യങ്ങളെക്കുറിച്ചൊരു സംശയം തോന്നുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നിവാരണം വരുത്തണം.
നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം അതിൽ കരടുകളോ ഉറുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കുമോ? പക്ഷെ ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരല്പം കരടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ലാഘവത്തോടെയാണോ കാണുന്നത്? കുടിക്കുന്ന വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ശുഷ്കാന്തി, ആത്മീയ സത്യങ്ങൾ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടോ? ആ ഒരു ശുഷ്കാന്തി നമുക്കുണ്ടാവട്ടെ. അധികം ആളൊന്നും കൂടിയില്ലെങ്കിലും നമ്മൾ തീവ്രതയോടെ തന്നെ ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ തന്നെ കൃപയോടുകൂടെ ആളുകളോട് ഇടപെടുകയും വേണം. ആ ഒരു ബാലൻസ് ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മറ്റൊരു സന്ദേശം പറയാതെ ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ജോൺ സാറ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില വാക്കുകൾ ആണ് ഞാൻ വീണ്ടും നമ്മളോട് പറയുന്നത്. അത് നമ്മളോടുള്ള ഇന്നത്തെ ആലോചനയായി നമുക്ക് ഏറ്റെടുക്കണം. അങ്ങനെ ഒരു നടത്തിപ്പാണ് എനിക്ക് ഇന്നുള്ളത്. ദൈവാലയത്തിലെ പില്ലറിനെ കുറിച്ച് താൻ നമ്മളെ കൃത്യമായി ഓർപ്പിച്ചു. നമ്മൾ യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ എന്ന വാക്ക് 92-ാം സങ്കീർത്തനത്തിലുണ്ട്. അതാ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഈ നടുതലയായവർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പില്ലർ. നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരത്തിൽ തഴയ്ക്കും. I don't know how old is John sir. 70. നമുക്ക് കരുമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സത്യം പഠിപ്പിക്കാനുള്ള തീഷ്ണതയും ആത്മീയ സഭകളെ ശുശ്രൂഷകന്മാരെ ദൃഢതയോടെ ഉറപ്പിക്കാനും ഉള്ള ശുഷ്കാന്തി ദൈവദാസന് ഉള്ളതുകൊണ്ടും കൂടെയാണ് ഇന്നിവിടെ വന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ശുഷ്കാന്തിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അനേകരെ അങ്ങനെ ഉറപ്പിക്കാൻ, ദൈവസഭകളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, താനായിരിക്കുന്ന ലോക്കൽ സഭയിൽ ഒരു ശക്തമായ പില്ലറായി നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളും നമ്മുടെ ലോക്കൽ സഭയിലെ പില്ലേഴ്സായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തിൽ വളർന്ന് ഇത് ശിഥിലമാവാൻ, നമ്മളൊരു ക്ലബോ വെറും ഒരു കേവലം കൂട്ടായ്മയൊന്നുമല്ല. നമ്മുടെ പേര് HIF എന്നൊരു ഫെലോഷിപ്പ് എന്നുള്ള നിലയിൽ ആണെങ്കിലും ഇതൊരു കേവല കൂട്ടായ്മയൊന്നുമല്ല, വളരെ ഗൗരവമായൊരു കൂട്ടായ്മയാണ്. ദൈവസഭയിലെ എല്ലാ അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ട് മുന്നേറാൻ, അന്യോന്യം കീഴ്പ്പെട്ട് ഈ സഭയെ പണിയാൻ കർത്താവാണ് പണിയുന്നതെങ്കിലും നമ്മൾ ജീവനുള്ള കല്ലുകളായി നിന്ന് കൊടുക്കുവാൻ, അന്യോന്യം സ്നേഹിച്ചും കരുതിയും ആത്മീയ സത്യങ്ങളിൽ നിലനിന്ന് ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെട്ടു. ഞാൻ പറഞ്ഞത് കൂടാതെ പല കാര്യങ്ങളും അദ്ദേഹം നമ്മളോട് ഗലാത്യ ലേഖനത്തിലൂടെ പറയുകയുണ്ടായി. അപ്പൊ ഈ വലിയ അക്ഷരങ്ങളിൽ ഒരിക്കലും ഗലാത്യയിലുള്ള വിശ്വാസികളും കൊച്ചിയിലുള്ള വിശ്വാസികളും മറക്കരുത് എന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഓർത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എഴുതിയെന്ന് ഞാൻ ചിന്തിക്കുക. അതുകൊണ്ട് സത്യത്തിൽ അധിഷ്ഠിതമായി പണിയപ്പെടുന്നൊരു സമൂഹമായി, സത്യസുവിശേഷത്തിന്റെ വക്താക്കളായി, വളരെ എന്നെ ചലഞ്ച് ചെയ്തൊരു കാര്യം അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അത് വിറ്റ്നസ് എന്നുള്ള വാക്കാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലും ശമരിയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അവിടെ സാക്ഷികൾ എന്ന പദം ഇന്ന് താൻ പറഞ്ഞ പദമാണ്. എന്തായിരുന്നു? ഇറ്റ് വാസ് മാർട്ടിഡത്തിന് വേണ്ടിയുള്ള ഒരു സിഗ്നേച്ചർ. സ്നാനപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ടാ. അങ്ങനെ സ്നാനപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു രക്തസാക്ഷിയായി മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അതാണ് സ്നാനം എന്ന് പറഞ്ഞാൽ എത്ര പേര് സ്നാനപ്പെടാൻ തയ്യാറാവും? ഇത് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട കാര്യം. എത്ര പേര് ഇവിടെ കാണും?
കുറച്ചൊക്കെ സമർപ്പണം നമ്മൾ എടുക്കാറുണ്ട്. കഠിനമാണ് ഈ ഉപദേശമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവനെ കളയുമ്പോൾ അതിനെ തിരിച്ചു നൽകാൻ, പ്രാപിക്കാൻ, തിരിച്ചു തരാൻ, ആ ചാരത്തിൽ നിന്ന് എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് ദൈവം. പക്ഷെ നമ്മുടെ സമർപ്പണം അത് 100% ആ ഒരു സമർപ്പണത്തോടെ ദിസ് ഈസ് എ വെരി 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 സീരിയസ് ബിസിനസ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന, ലോകത്തിന്റെ പ്രത്യാശയായി നിലനിൽക്കുന്ന നല്ല കൊയ്ത്തിലേക്ക് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന, പ്രകാശത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ കൈയും കാലുമായി നമ്മൾ പറഞ്ഞതാണ്. പാട്ടിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം, ഇന്ന് അക്ഷരാർത്ഥത്തിൽ കർത്താവില്ല, ഫിസിക്കലി ഇല്ല, പരിശുദ്ധാത്മാവിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൽ നമ്മിലൂടെ ജയിക്കുമ്പോൾ എൻ്റെ കരം ഒരുവന്റെ കണ്ണീര് തുടയ്ക്കാൻ ദൈവസ്നേഹത്തിൽ ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ കരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരാൾക്ക് അത്താണിയാകുമ്പോൾ, ഒരാളെ സ്നേഹിക്കുമ്പോൾ, ഒരാൾക്ക് ബലഹീനമായ ഒരാളെ താങ്ങുമ്പോൾ, ദൈവസ്നേഹത്തിൽ താങ്ങുമ്പോൾ, യെസ്, ക്രൈസ്റ്റ് ഈസ് വർക്കിംഗ്. പരമാർത്ഥതയോടെ അങ്ങനെ സ്നേഹിക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ. ദൈവമേ, എന്നെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വൻ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ നമ്മുടെ ഈ കരങ്ങളെ ദൈവം ബലപ്പെടുത്തും. അതിനായി നമ്മെ സമർപ്പിച്ച് കർത്താവിൻ്റെ കൈയും കാലുമായി, കർത്താവിൻ്റെ മനസ്സുള്ളവരായി ഭൂമിയിൽ പ്രവർത്തിപ്പാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ദൃഢതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആലോചനകളെ ദൈവം മുമ്പിൽ സമർപ്പിക്കുന്നു.